പ്രിയമുള്ളവരെ, നമ്മൾ ആരാധനാക്രമത്തിൻ്റെ സുന്ദരമായിട്ടുള്ള ഒരു കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആഗമനകാലം. അതൊരു കാത്തിരിപ്പിൻ്റെ സമയമാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര സൗന്ദര്യം ഉള്ളത്. എന്താണ് ഈ കാത്തിരിപ്പിന് ഇത്ര പ്രത്യേകത? കാത്തിരിപ്പ് എന്നുള്ളത് മനുഷ്യർക്ക് പ്രത്യാശ നൽകുന്ന ഒന്നാണ്, പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളിൽ നമുക്ക് ഈ പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിത അനുഭവങ്ങളിലായിരിക്കാം, നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മതപരമായിട്ടുള്ള സഭാത്മകമായിട്ടുള്ള ജീവിതത്തിൻ്റെ മേഖലകളിലായിരിക്കാം. ഇവിടെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഒരു ശക്തമായിട്ടുള്ള പ്രത്യാശ അത്യാവശ്യമാണ്. ഇവിടെയാണ് ഈ ആഗമനകാലത്തിൻ്റെ പ്രത്യേകതയും. ദൈവം മനുഷ്യരായ നമ്മുടെ അടുത്തേക്ക് വരുന്നു. അവൻ നമ്മുടെ രക്ഷകനായിട്ട് അവതരിക്കുന്നു. അതാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ളത്. ഇന്നത്തെ സുവിശേഷം ഇത് അത്ര കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിലും ഇതിലേക്കുള്ള സൂചനകൾ നൽകുന്നുണ്ട്. ഈ പ്രത്യാശയുടെ സൂചനകൾ വളരെ പ്രത്യേകമായിട്ട് ഒന്നാമത്തെ വായനയിൽ നമ്മളത് കേൾക്കുന്നുമുണ്ട്. ദൈവം തൻ്റെ പ്രത്യാശ മനുഷ്യർക്ക് നൽകുകയാണ്. ആരിലൂടെയാണ്? ദാവീദിൻ്റെ വംശത്തിലൂടെ. പ്രിയമുള്ളവരെ, നമ്മളും ഈ ഒരു പ്രത്യാശ അനുഭവിക്കുന്നുണ്ടോ? അതോ ജീവിതത്തിലെ നിരാശകളും പ്രശ്നങ്ങളുമൊക്കെയാണോ നമ്മെ നിരന്തരമായിട്ട് അലട്ടുന്നത്? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ കാണുന്നത്? ജീവിതത്തെ നല്ലതായിട്ടും ചീത്തയായിട്ടും കാണുവാനായിട്ട് സാധിക്കും. അത് നമ്മൾ ചിന്തിക്കുന്ന രീതി അനുസരിച്ചിരിക്കും. ആഗമനകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ നന്മയിൽ പ്രത്യാശിക്കുവാനായിട്ടാണ്, നന്മയിൽ വിശ്വസിക്കുവാനായിട്ടാണ്. അത് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശമാനമാക്കുന്നു, സുന്ദരമാക്കുന്നു, ലളിതമാക്കുന്നു. ജീവിതത്തിലെ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റും നിന്നും നമ്മെ ഞെരുക്കുമ്പോഴും ദൈവം ഈ ഒരു പ്രത്യാശ നമുക്ക് ഈ സമയത്ത് നൽകുകയാണ്. നമുക്ക് എല്ലാവർക്കും പ്രത്യാശയ്ക്ക് വകയുണ്ട്. സുന്ദരമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ഈ പ്രതീക്ഷയിൽ നയിക്കുവാനായിട്ട് വകയുണ്ട്. ഇതാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇതിൻ്റെ നിരവധി ചിഹ്നങ്ങൾ, അടയാളങ്ങൾ ഈ കാലത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നക്ഷത്ര വിളക്കുകളും തിരികളും അലങ്കാര ദീപങ്ങളുമൊക്കെ ആയിട്ട് നമ്മുടെ ചുറ്റും ഇങ്ങനെ പ്രകാശം പരക്കുകയാണ്. സാവധാനം പുറമേ എന്നതുപോലെ നമ്മുടെ ആന്തരിക ജീവിതത്തിനും ഇത് പ്രകാശം നൽകണം, സന്തോഷം നൽകണം. പരസ്പരം ശക്തിപ്പെടുത്തുവാനായിട്ട് ദൈവത്തിലുള്ള പ്രത്യാശയിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രത്യാശിക്കുവാനായിട്ട് നമുക്ക് ഇട നൽകണം. സ്നേഹമുള്ളവരെ, ആഗമനകാലം നമ്മോട് പറയും, ജീവിതം എന്നുള്ളത് അർത്ഥമില്ലാത്ത ഒന്നല്ല, പ്രത്യാശയില്ലാത്ത ഒന്നല്ല. ദൈവം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിന് അർത്ഥവും പ്രത്യാശയും ലഭിച്ചു കഴിഞ്ഞു. അവനോടൊപ്പം അത് തേടുന്ന വഴിയിലാണ് നമ്മൾ. ഇങ്ങനെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുവാൻ, ദൈവത്തെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഈ ആഗമനകാലത്തിൽ നമ്മെ തന്നെ ഒരുക്കാം. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വഴികളിൽ നമ്മുടെ ജീവിതത്തെ പ്രത്യാശപൂരിതമാക്കാം. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ ജീവചരിത്രവും ദൈവത്തോടൊപ്പം സുന്ദരമാവും, അനുഗ്രഹീതമാകും. അതിന് നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.